ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു എക്സാമിനെ പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. മറ്റൊന്നുമല്ല, RRB കണ്ടക്ട് ചെയ്യുന്ന NTPC എക്സാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, NTPC എക്സാം ഇന്നലെ അല്ലേ കഴിഞ്ഞത്, അല്ലെങ്കിൽ 2 ദിവസം മുന്നേ അല്ലേ കഴിഞ്ഞത് അതിൻ്റെ ടയർ 2 എന്നുള്ളത്. അതെ, അത് 2024 പരീക്ഷയാണ്. RRB എല്ലാ കൊല്ലവും ഇനി മുതൽ NTPC എക്സാം കണ്ടക്ട് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് 2025 RRB NTPC എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ NTPC എക്സാം എന്താണ് എന്ന് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി, NTPC പരീക്ഷ ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും എഴുതി കാണും, ചിലർ ആദ്യത്തെ ടയർ കടന്നു കാണില്ല, ചിലർ രണ്ടാമത്തെ ടയർ എഴുതി കാണും, രണ്ടാമത്തെ ടയർ കടക്കുമോ ഇല്ലയോ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരിക്കും. ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഈ എക്സാം എന്താണെന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി നമ്മൾ നോ യുവർ എക്സാമിൻ്റെ ഭാഗമായിട്ട് NTPC എക്സാമിനെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് തീരുമാനിക്കുകയാണ്. 2024 നോട്ടിഫിക്കേഷൻ പ്രകാരമായിരിക്കും നമ്മൾ ഈ എക്സാമിനെ നോക്കിക്കാണുന്നത്. 2025 നോട്ടിഫിക്കേഷൻ നെക്സ്റ്റ് വീക്ക്, ഒക്ടോബറിലെ ലാസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത് ഗ്രാജുവേറ്റ് ലെവലിനും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ഒക്ടോബർ മാസം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിട്ടുള്ളത്, എവിടേക്കാണ് ഒഴിവുകളുള്ളത്, ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്, ഏതൊക്കെ പോസ്റ്റാണ് ഒഴിവുള്ളത്, അത് എവിടെയാണ് കമ്മ്യൂണിറ്റി വൈസ് ഒഴിവുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ കഴിഞ്ഞ വർഷവും ചെയ്തിരുന്നു. നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് നമ്മുടെ ചാനലിൽ. ഈ വർഷവും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ ചാനൽ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. NTPC മാത്രമല്ല, RRB കണ്ടക്ട് ചെയ്യുന്ന എല്ലാ പരീക്ഷകളുടെയും ഏറ്റവും ആദ്യം അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നമുക്കൊരു ടെലഗ്രാം കമ്മ്യൂണിറ്റി കൂടെയുണ്ട്, റെയിൽവേ സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ ഫാക്കൽറ്റീസ് ആയിട്ടും ഇവിടുത്തെ അഡ്മിനായിട്ടും നേരിട്ട് സംവാദങ്ങളിൽ ഏർപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ക്വയറീസ് ചോദിക്കാവുന്നതാണ്. നമ്മൾ ടാഗ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ജെന്യുവൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി തരുന്നുണ്ടായിരിക്കും. മാത്രമല്ല, അതൊരു കമ്മ്യൂണിറ്റിയാണ്. ഇന്ന് 1000-ൽ പരം കുട്ടികളുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് കുട്ടികൾ തമ്മിൽ പരസ്പരം സംവാദിക്കാവുന്നതാണ്. അപ്പോൾ ഈ സാധ്യതകളെല്ലാം തിരിച്ചറിയുക. ഇനി നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് വരാം. നോ യുവർ എക്സാം, RRB കണ്ടക്ട് ചെയ്യുന്ന NTPC 2025. അപ്പോൾ ഇന്നത്തെ ഈ സെഷൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, RRB കണ്ടക്ട് ചെയ്തിട്ടുള്ള NTPC 2024, ഞാൻ നേരത്തെ പറഞ്ഞു 2024 NTPCയിൽ നിന്നും നമ്മൾ 2025 NTPCയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. NTPC 2024 ഗ്രാജുവേറ്റ് ലെവലിൻ്റെയും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെയും ടയർ 1 കഴിഞ്ഞു, ഗ്രാജുവേറ്റ് ലെവലിൻ്റെ ടയർ 2 കഴിഞ്ഞു, അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ടയർ 2 എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് 2025 നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പം 2024 to 2025 ആ ജേണി, അതിൽ 2024 എക്സാം കണ്ടക്ട് ചെയ്ത സമയത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഡേറ്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാൾ വഴികൾ നമ്മൾ നോക്കി കാണുന്നുണ്ടായിരിക്കും. 2, ഈ പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് വേണ്ട യോഗ്യത, വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും. 3, ഇതിൻ്റെ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് കഴിഞ്ഞ വട്ടം എക്സാം കണ്ടക്ട് ചെയ്തത്, അതിൻ്റെ ഒഴിവുകൾ എത്രയായിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും. എക്സാമിൻ്റെ സ്റ്റേജുകൾ, എക്സാമിൻ്റെ പാറ്റേൺ നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും. എക്സാമിൻ്റെ സിലബസ് നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും. സ്കോർ ടീം നിങ്ങൾക്ക് വേണ്ടി എന്താണ് NTPC എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇത്തവണ സജ്ജമാക്കിയിട്ടുള്ളത് എന്നും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ഇത് രണ്ടും നമ്മൾ ഗ്രാജുവേറ്റ് ലെവലിൻ്റെയും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെയും പെർസ്പെക്റ്റീവിൽ നിന്നുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഫോർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാൾ വഴികൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. 2024 സെപ്റ്റംബർ മാസം 13 RRB NTPC ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നത്. സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് 05/2024 എന്ന പേരിലായിരുന്നു ആ നോട്ടീസ് പുറത്തു വന്നത്. 13 സെപ്റ്റംബർ 2024. ഓക്കെ, പിറ്റേ ദിവസം സെപ്റ്റംബർ 14 മുതൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ലിങ്ക് ഓപ്പൺ ആയിരുന്നു. 14 മുതൽ ഒക്ടോബർ മാസം 13 വരെ, ഒക്ടോബർ മാസം 13 ആയിരുന്നു NTPC ഗ്രാജുവേറ്റിന്റെ ടയർ 2 എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത് 2025 അല്ലെ. 2024 ഒക്ടോബർ 13 വരെ നിങ്ങൾക്ക് ഗ്രാജുവേറ്റിന്റെ അപ്ലിക്കേഷൻ ലിങ്ക് ആക്റ്റീവ് ആയിരുന്നു. അതിനുശേഷം ടയർ 1 എക്സാം കണ്ടക്ട് ചെയ്തത് ജൂൺ 5 മുതൽ ജൂൺ 24 വരെ. നിങ്ങളുടെ മുന്നിൽ 200 ദിവസം കഴിഞ്ഞ വർഷം പഠിക്കാനുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ വർഷം ഏകദേശം 11,000-ഓളം ഒഴിവുകൾ ഉണ്ടായിരുന്നു. അതിൽ ഗ്രാജുവേറ്റ് ലെവലിന് മാത്രം 8,000-ഓളം ഒഴിവുകൾ ഉണ്ടായിരുന്നു. പ്രോപ്പറായി ഈ 200 ദിവസം പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു കഴിഞ്ഞ വർഷത്തെ കാര്യമാണെന്നുണ്ടെങ്കിൽ. ഈ വർഷം ഏകദേശം അത്ര ദിവസം കിട്ടുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഒഴിവുകൾ ഒരു 8,000-ലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. ഗ്രാജുവേറ്റ് ലെവലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5,000-ഓളം ഒഴിവുകളാണ് നമുക്ക് ഈ വർഷം നമ്മൾ നോട്ടിഫിക്കേഷനിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ടയർ 2 എക്സാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒക്ടോബർ 13, 2025 കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 4 മാസം, ടയർ 1 ശേഷം 4 മാസം കിട്ടിയിട്ടുണ്ട്. 120 ദിവസത്തോളം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്. അതും പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് CBT 2 എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഗ്രാജുവേറ്റ് ലെവലിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാൾ വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി അണ്ടർ ഗ്രാജുവേറ്റിന്റെ നോക്കാം. അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം
പബ്ലിക് ഈ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നത് 29, അതായത് ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് ഏകദേശം ഒരാഴ്ച 7 ദിവസം അല്ലെ, 13-ാം തീയതി ആയിരുന്നു ഗ്രാജുവേറ്റിൻ്റെ വന്നിരുന്നത്. 20-ാം തീയതിയാണ് അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. 2024 സെപ്റ്റംബർ 20-ാം തീയതി. 21 തൊട്ട് ആപ്ലിക്കേഷൻ ലിങ്ക് സ്റ്റാർട്ട് ചെയ്തു. ഒക്ടോബർ 20-ന് ആപ്ലിക്കേഷൻ ലിങ്ക് ക്ലോസ് ചെയ്തു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതിനേക്കാളും വിട്ട് എക്സാം കണ്ടക്ട് ചെയ്യുന്നതിന് 240ഓളം ദിവസം കഴിഞ്ഞിട്ടാണ്. കാരണം ഓഗസ്റ്റ് 7-നാണ് അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ടയർ 1 എക്സാം കണ്ടക്ട് ചെയ്തത്. അതിൻ്റെ റിസൾട്ട് ഓൾറെഡി നമ്മൾ വെയിറ്റിംഗ് ആണ്. ടയർ 2-ൻ്റെ ഈ പറഞ്ഞ പോലെ എന്നായിരിക്കും എക്സാം എന്നുള്ളതും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിൻ്റെ നാളുവഴികൾ. നമ്മൾ ഈ വർഷവും എക്സ്പെക്ട് ചെയ്യുന്നത് ഗ്രാജുവേറ്റ് ലെവലിൻ്റെയും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെയും നോട്ടിഫിക്കേഷൻ 2 നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെയാണ്. ആൻഡ് അത് ഈ പറഞ്ഞ പോലെ 1 വീക്ക് ഡിഫറൻസിൽ തന്നെ ഈ ഒക്ടോബർ മാസത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ ഒക്ടോബർ 21-നും ഒക്ടോബർ 28-നുമായിട്ട് വരുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന് കഴിഞ്ഞ വർഷം 3000 ഒഴിവുകളാണ് ഉണ്ടായിരുന്നത്. ഈ വർഷവും 3000 ഒഴിവുകളാണുള്ളത്. ഗ്രാജുവേറ്റ് ലെവലിന് കഴിഞ്ഞ വർഷം 8000-ഓളം ഒഴിവുകൾ ഉണ്ടായിരുന്നു. ഈ വർഷം അത് ഒരു 3000 ഒഴിവുകളൂടെ കുറഞ്ഞ് 5000-ൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഫൈനൽ ഒഴിവുകൾ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ തന്നെ വരണം. എന്നിരുന്നാലും ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും കൂടെ ക്ലബ് ചെയ്ത് ഏകദേശം 8850 ഒഴിവുകളിലേക്ക് ഈ വർഷം എക്സാം കണ്ടക്ട് ചെയ്യുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ. കഴിഞ്ഞ വർഷത്തെ എക്സാമിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഡേറ്റുകളാണ് ഞാൻ പറയുന്നത്. ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്ന മുറയ്ക്ക് നമ്മുടെ ചാനൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ ക്വാളിഫിക്കേഷനും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ ക്വാളിഫിക്കേഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ അടുത്ത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നത്. 2024-ലെ ക്വാളിഫിക്കേഷനകത്തൊരു പ്രശ്നമുണ്ട്. ഗ്രാജുവേറ്റ് ലെവലിന് 36 വയസ്സായിരുന്നു കഴിഞ്ഞ വർഷം. പക്ഷേ ഇവിടെയാണെന്നുണ്ടെങ്കിലോ 33. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ അധിക 3 വർഷം എന്ന് പറയുന്നത് COVID-19 കാരണമായിരുന്നു. ഈ വർഷം അത് കിട്ടില്ല. എന്ന് പറഞ്ഞാൽ 2025-ൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള UR കാൻഡിഡേറ്റ്സ്, അതിൻ്റെ കൂടെ 3 കൂടെ കൂട്ടി 18 തൊട്ട് 36 വയസ്സ് വരെയുള്ള OBC കാൻഡിഡേറ്റ്സ്, 5 കൂടെ കൂട്ടി 18 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള SC/ST കാൻഡിഡേറ്റ്സിന് ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലന്റ് തത്തുല്യമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ, ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി കൈവശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികൾക്ക് ആ വീഡിയോസ് പോയി നോക്കാവുന്നതാണ്. RRB കണ്ടക്ട് ചെയ്യുന്ന എല്ലാ എക്സാംസിനും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നതിനെ സെപ്പറേറ്റ് ഒരു സ്റ്റേജ് ആയിട്ട് തന്നെ നിങ്ങൾ പരിഗണിക്കേണ്ട ആവശ്യകതയുണ്ട്. ഇതിന് മുന്നേ RRB എക്സാം എഴുതിയിട്ടുള്ള കുട്ടികൾക്ക് അത് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളും ഈ മെഡിക്കൽ എന്ന് പറയുന്ന നൂലാമാലയെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഉണ്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് ഞാൻ എല്ലാം പറയുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു A2, B2, C2 തുടങ്ങിയ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇതിൽ A2 എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല? സ്പെക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. കണ്ണട ഉപയോഗിക്കുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു പോസ്റ്റാണ് A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള പോസ്റ്റുകൾ. B2-നും C2-നും സ്പെക്സ് ഒരു പ്രശ്നമേ അല്ല. പക്ഷേ അതിനകത്ത് പവർ പറയുന്നുണ്ട്. ഇന്ന പവറിലുള്ള ആളുകൾക്കാണ് ഓരോ മെഡിക്കൽ സ്റ്റാൻഡേർഡും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത് നോക്കി കണ്ടും വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോക്കിയതിന് ശേഷം മാത്രം എക്സാം അപ്ലൈ ചെയ്യാൻ, ചാടിക്കറി അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കരുത്. ഓക്കെ, അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ കേസിലും 18 തൊട്ട് 30 വയസ്സ് വരെയാണ്. അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് എന്താണ്? മിനിമം വിദ്യാഭ്യാസ യോഗ്യത മിനിമം ആണ് +2. +2 മുകളിലുള്ള +2 എന്തായാലും മിനിമം വേണം. അതിന് മുകളിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ ഡിഗ്രിക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും അപ്ലൈ ചെയ്യാം. അവിടുത്തെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് A3, B2, C2 തുടങ്ങിയവയാണ്. A3-കാർക്ക് എന്ത് യൂസ് ചെയ്യാം? സ്പെക്ടക്കിൾസ്, കണ്ണട യൂസ് ചെയ്യാൻ പറ്റും. A3 മെഡിക്കൽ സ്റ്റാൻഡേർഡിന് സ്പെക്ടക്കിൾസ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, പവർ അതിനകത്ത് വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ പവറിലുള്ള സ്പെക്സ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് A3 മെഡിക്കൽ സ്റ്റാൻഡേർഡിലുള്ള പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ പോസ്റ്റും അപ്ലൈ ചെയ്യാം. അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. RRBയിൽ അപ്ലൈ ചെയ്യുന്നതിന് അവർ യാതൊരു വിധത്തിലുള്ള മടിയൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ കണ്ണട യൂസ് ചെയ്യുന്ന ആളുകളാണ്, നിങ്ങൾ ആ കണ്ണട യൂസ് ചെയ്യുന്ന പോസ്റ്റ് അപ്ലൈ ചെയ്തു, ആ പോസ്റ്റിൻ്റെ ടയർ 1 എക്സാം ക്ലിയർ ചെയ്തു, ടയർ 2 എക്സാം ക്ലിയർ ചെയ്തു, നിങ്ങൾ മെഡിക്കൽ എക്സാമിനേഷന് പോകുമ്പോൾ മെഡിക്കലിൽ നിങ്ങൾ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ക്ലിയർ ചെയ്ത ജേർണി മുഴുവൻ വേസ്റ്റ് ആയി പോകും. അപ്പോൾ അത് തുടക്കത്തിലേ അറിയുക. നിങ്ങളെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും എടുത്തു പറയുന്ന ഒരു കാര്യമാണിത്. ഓക്കെ,
അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതാണ് വിദ്യാഭ്യാസ യോഗ്യത തൊട്ട് പ്രായപരിധി തൊട്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2025 വരുന്ന പോസ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൻ്റെ പോസ്റ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്രാജുവേറ്റ് ലെവലിൻ്റെ പോസ്റ്റ് നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ലെവൽ 6 പേ ലെവൽ 6 വരുന്ന 2 പോസ്റ്റുകളുണ്ട്. പേ ലെവൽ 3 വരുന്ന 3 പോസ്റ്റുകളുണ്ട്. ഇതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A2 കണ്ടോ. ഈ 2 പോസ്റ്റുകൾ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, സ്പെക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. B2 പോസ്റ്റിന് സ്പെക്സ് യൂസ് ചെയ്യാം, C2ന് യൂസ് ചെയ്യാം, ഈ പറഞ്ഞ C2 പോസ്റ്റിനെല്ലാം യൂസ് ചെയ്യാം. ഓക്കെ, ലേസർ ചെയ്തിട്ടുള്ള ആളുകൾക്കും A1 A2 A3 ലാസിക് സർജറി വഴി കണ്ണിൻ്റെ ഈ പറഞ്ഞ വിഷൻ കറക്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾ മെഡിക്കലി ഡിസ്ക്വാളിഫൈ ചെയ്യും. ഇത് നോക്കാം. പ്രിസ്ക്രൈബ്ഡ് ഏജ് ഇൻ നോർമൽ കോഴ്സ് എത്രയാണ്? 18 തൊട്ട് 33 എന്തിൻ്റെ, ഗ്രാജുവേറ്റിൻ്റെ. പക്ഷേ കഴിഞ്ഞ വർഷം എത്രയാണ്? 18 തൊട്ട് 36 വയസ്സ് വരെയാക്കി കാണിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോവിഡ് ആണ്. ടോട്ടൽ വേക്കൻസി എത്രയാണ്? 8113 ഒഴിവുകളാണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കലും കൂടെ നോക്കുക. നിങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യുന്ന ആളുകളാണ് എന്നിരിക്കെ നിങ്ങൾക്ക് 2 പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്ലൈ ചെയ്യാം, പക്ഷെ എന്തായിരിക്കും, നിങ്ങൾ മെഡിക്കലി അൺഫിറ്റ് ആയിരിക്കും എക്സാം എഴുതി കിട്ടുന്ന സമയത്ത്. ഈ 2 പോസ്റ്റുകളുടെ ഒഴിവ് നോക്കിയേ, 3144 994 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8113 4000 ഒഴിവുകൾ കന്നഡ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ കന്നഡ ഉപയോഗിക്കുന്ന ആളുകൾ മെഡിക്കലി അൺഫിറ്റ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്. ഇതറിയാതെയാണ് പല കുട്ടികളും കഴിഞ്ഞ വട്ടം എക്സാമിന് അപ്ലൈ ചെയ്തത്. പലരും നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സാറേ ഞാൻ സ്പെക്സ് യൂസ് ചെയ്യുന്ന ആളാണ്, ഞാൻ CBT 1 ക്ലിയർ ചെയ്ത് ഞാൻ സ്കോർ കാർഡ് കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഗുഡ്സ് ട്രെയിൻ മാനേജറിൻ്റെ അല്ലെങ്കിൽ ഗുഡ്സ് ഗാർഡ് എന്ന് പറയുന്ന പോസ്റ്റാണ് ക്ലിയർ ചെയ്തിരിക്കുന്നത്. എനിക്ക് മെഡിക്കൽ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുമോ? A2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. സ്പെക്സ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് A2 മെഡിക്കൽ സ്റ്റാൻഡേർഡിലുള്ള പോസ്റ്റുകൾ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. എക്സാമിന് അപ്ലൈ ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കാതെ വാരി വലിച്ച് തോന്നിയ പോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ കുത്തിയിരുന്ന് പഠിച്ച് എക്സാം ക്ലിയർ ചെയ്യേണ്ടത് മെഡിക്കലിന് പോകുന്ന സമയത്ത് മെഡിക്കലി അൺഫിറ്റ് ആവുമെന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളൊരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഇത്രയും, അതായത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം മുഴുവൻ നിങ്ങൾ പഠിച്ച് കയറി, അത് കഴിഞ്ഞ് മെഡിക്കലിന് പോകുമ്പോൾ മെഡിക്കലി അൺഫിറ്റ് ആണ്. എന്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ അത് ആവർത്തിക്കാതിരിക്കാൻ നോക്കുക. ഓക്കെ, ഈ വർഷം അതായത് 2025 CBT 2 പ്രിപ്പയർ ചെയ്തപ്പോൾ പല കുട്ടികളും നമ്മുടെ അടുത്ത് ഈ സെയിം ഡൗട്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ സോൺ സെലക്ട് ചെയ്യുമ്പോഴും പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ചില മാനദണ്ഡങ്ങളെ നോക്കിക്കൊണ്ട് ശ്രദ്ധയോടെ കൂടെ വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരിക്കും. നമ്മുടെ വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ അവസ്ഥ എന്താണ്? അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ അവസ്ഥ സിമിലർ സിനാരിയോ തന്നെയാണ്. ഇവിടെ C2 പോസ്റ്റുകൾ ഇത്രയുണ്ട്. ഇവർക്ക് സ്പെക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. B2 പോസ്റ്റിന് C2ന് സ്പെക്സ് യൂസ് ചെയ്യാം, B2ന് സ്പെക്സ് യൂസ് ചെയ്യാം. ആർക്ക് പറ്റില്ല? A3ക്ക് പറ്റില്ല. ഭാഗ്യവശാൽ അതിന് 72 ഒഴിവുകളേ ഉള്ളൂ. A3കാർക്ക് സ്പെക്സ് യൂസ് ചെയ്യാം. പക്ഷെ എന്താണ് പ്രശ്നം? ലാസിക് സർജറി ഉള്ളവർക്ക് പറ്റില്ല, ചെയ്തിട്ടുള്ള ആളുകൾക്ക് പറ്റില്ല. പിന്നെ അതിനകത്തൊരു പവർ പറയുന്നുണ്ട്, 2D. ഈ 2Dക്ക് ഉള്ളിലുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. വിത്ത് ഓർ വിത്തൗട്ട് ക്ലാസ് 2D യൂസ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, A3 മെഡിക്കൽ സ്റ്റാൻഡേർഡിനകത്ത് വരുള്ളൂ. B2 C2 എന്ന് പറയുന്ന പോസ്റ്റുകൾ ഇത്രയും ഒഴിവുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഓക്കെ, ഈ വർഷം ഏതൊക്കെ പോസ്റ്റുകളാണെന്നുള്ളത് നമുക്ക് നോക്കാം. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഒരു ഗ്രാജുവേറ്റിൻ്റെയും അണ്ടർ ഗ്രാജുവേറ്റിൻ്റെയും പോസ്റ്റും അതിൻ്റെ വാക്കൻസീസും അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും. പ്രായപരിധി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നോർമൽ കോഴ്സിൽ എത്രയാണെന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് 18 തൊട്ട് 30. എന്നാൽ കൊറോണ കാരണം 33 ആക്കി മാറ്റി. അത് കഴിഞ്ഞ വർഷത്തെ ഒരു 1 ടൈം എക്സംഷൻ മാത്രമാണ് എന്ന് വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം 18 തൊട്ട് 30 ആയിരിക്കും ഏജ്. ഓക്കെ, എക്സാമിൻ്റെ സ്റ്റേജുകൾ നോക്കുക. പ്രധാനമായിട്ടും ഇത്രയും സ്റ്റേജുകളാണ് RRB കണ്ടക്ട് ചെയ്യുന്ന NTPC എക്സാമിന് ഉള്ളത്. ഒരു ടയർ 1 പരീക്ഷയുണ്ട്. ഈ ടയർ 1 പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയർ 1 എക്സാം 90 മിനിറ്റിൻ്റെ പരീക്ഷയായിരിക്കും. ഓക്കെ, 90 മിനിറ്റിൻ്റെ പരീക്ഷയായിരിക്കും. 100 ചോദ്യങ്ങൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കും. 90 മിനിറ്റിൻ്റെ പരീക്ഷ, 100 ചോദ്യങ്ങൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കും. നെഗറ്റീവ് മാർക്ക് -1/3. ഒരു ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ 1/3 മാർക്ക് കുറയുന്നുണ്ടായിരിക്കും. ആൻഡ് എന്താണ് ഈ എക്സാം എന്ന് പറയുന്നത് ക്വാളിഫയിങ് നേച്ചർ ഉള്ളവയാണ്. ക്വാളിഫയിങ് മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാർക്ക് അനുസരിച്ചിട്ടല്ല നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് വരുന്നത്. ഇത് എന്ത് മാത്രമാണ്? CBT 1 എന്ന് പറയുന്നത് ക്വാളിഫയിങ് മാത്രമാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ക്വാളിഫയിങ് എന്ന് പറഞ്ഞ് RRB നിങ്ങളെ കുരുക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഗ്രാജുവേറ്റ് ലെവലിൽ കഴിഞ്ഞ വർഷം 5 പോസ്റ്റുകളിലേക്കാണ് എക്സാം കണ്ടക്ട് ചെയ്തത്.
കഴിഞ്ഞ വർഷം NTPC ഗ്രാജുവേറ്റ് 5 പോസ്റ്റുകളിലേക്കാണ് എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത്. നിങ്ങൾ ക്വാളിഫൈ ആകുമ്പോൾ ഈ 5 പോസ്റ്റുകൾ ക്വാളിഫൈ ആയാലാണ് നിങ്ങൾക്ക് ടയർ 2-ൽ നിങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ടയർ 1 ക്വാളിഫൈങ് മാർക്കാണ്, എനിക്കൊരു 70 മാർക്ക് ഉണ്ടെങ്കിൽ ഞാൻ ക്വാളിഫൈ ആവുമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്വാളിഫൈ ആവുമായിരിക്കും, പക്ഷേ 5 പോസ്റ്റ് ചിലപ്പോൾ ഒരു പോസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ആവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സാധ്യത CBT 2-ൽ വീണ്ടും കുറയും. അപ്പോൾ ടയർ 1 തൊട്ട് തന്നെ ഉഷാറായിട്ട് പഠിച്ചാലേ നിങ്ങൾക്ക് ഈ എക്സാം എല്ലാ സ്റ്റേജും കഴിഞ്ഞ് അപ്പുറത്തെത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി ടയർ 2-ൻ്റെ അവസ്ഥ നോക്കാം. ടയർ 2-ൻ്റെ അവസ്ഥ എന്താണ്? ടയർ 2 എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് എത്ര സമയമാണ് കിട്ടുന്നത്? 90 മിനിറ്റ് തന്നെ. ഫസ്റ്റ് ടയറും 90 മിനിറ്റ് തന്നെയായിരുന്നു, സെക്കൻഡ് ടയറും 90 മിനിറ്റ് തന്നെയാണെന്നാണോ സാർ പറയുന്നത്? അതെ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? 120 ചോദ്യങ്ങളാണ് ടയർ 2-നകത്തുള്ളത്. നെഗറ്റീവ് മാർക്ക് എത്രയാണ്? -1/3 തന്നെ. പക്ഷേ ഇതെന്താണ്? ഇതിലെ മാർക്കുകൾ റാങ്ക് മേക്കിംഗ് ആണ്. അതായത് ഇതിലെ മാർക്കാണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. നിങ്ങൾ ഫൈനൽ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ടയർ 2-ൻ്റെ മാർക്കാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ ടയർ 1 ക്വാളിഫൈയിങ് ആണ്, പക്ഷെ അതിൽ നല്ല മാർക്ക് വാങ്ങിച്ചാൽ ഈ പറഞ്ഞ എല്ലാ പോസ്റ്റുകളും നിങ്ങൾ ക്ലിയർ ചെയ്യുള്ളൂ. അത് ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും അങ്ങനെ തന്നെയാണ്. ഇനി ടയർ 1 ക്വാളിഫൈ ചെയ്തു, അതിലുള്ള എല്ലാ പോസ്റ്റുകളും നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് നിങ്ങൾ ടയർ 2 എഴുതി. ടയർ 2-ലും ഓരോ പോസ്റ്റിനും കട്ട് ഓഫ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഓരോ പോസ്റ്റും നിങ്ങൾ ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടയർ 2-ന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ചുള്ള പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ഇവിടെ എങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ ഒരു ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ടയർ 1-ൽ നിന്ന് ക്വാളിഫൈ ആവുന്നത് വേക്കൻസിയുടെ 15 ഇരട്ടി ആളുകളെയാണ്. നമുക്കറിയാം 21 RRBകളിലേക്കായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. 21 RRBസിലേക്കാണ് പരീക്ഷ നടത്തുന്നത്. ഈ 21 RRBയിൽ നിങ്ങൾക്ക് ഒരു RRBയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒറ്റ RRBയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ട്രിവാൻഡ്രം, ചെന്നൈ, ബാംഗ്ലൂർ, സെക്കന്ദരാബാദ്, മുംബൈ, അലഹാബാദ് അഥവാ പ്രയാഗ്രാജ്, ജമ്മു, അങ്ങനെ മാൾഡ, അങ്ങനെ 21ഓളം RRBs ഉണ്ട്. അതിൽ ഒറ്റ RRBയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ കണ്ട 8000-ഓളം വരുന്ന ഒഴിവുകളെ 21 RRBകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിൽ നിങ്ങൾക്ക് ഒരു RRBയിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് ഗ്രാജുവേറ്റിന് ഒരു അപ്ലിക്കേഷനാണ്, അണ്ടർ ഗ്രാജുവേറ്റിന് ഒരു അപ്ലിക്കേഷനാണ്. ഗ്രാജുവേറ്റ് നിങ്ങൾ ചെന്നൈയിൽ അപ്ലൈ ചെയ്താൽ അണ്ടർ ഗ്രാജുവേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ അപ്ലൈ ചെയ്യാം? ട്രിവാൻഡ്രത്ത് അപ്ലൈ ചെയ്യാം. അത് മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. ഒരു എക്സാം ചെന്നൈയിൽ അപ്ലൈ ചെയ്തെന്ന് വെച്ചിട്ട് അടുത്ത എക്സാം ട്രിവാൻഡ്രത്തോ സെക്കന്ദരാബാദോ ബാംഗ്ലൂരോ അപ്ലൈ ചെയ്യുന്നതിൽ RRB യാതൊരു വിധത്തിലുള്ള വിലക്കും കൊടുക്കുന്നില്ല. ഇനി ട്രിവാൻഡ്രം RRBയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തു, അവിടെ 100 ഒഴിവാണ് ഉള്ളത് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 100 ഒഴിവാണ് ഉള്ളത്. ആ 100 ഒഴിവുണ്ടെങ്കിൽ ടയർ 1 ക്വാളിഫൈ ആവുന്ന എത്ര പേരായിരിക്കും? 1500 പേരായിരിക്കും. ഓക്കെ, ഇനി ടയർ 1 പരീക്ഷ കഴിഞ്ഞ് ടയർ 2 പരീക്ഷ എഴുതാനായിട്ട് ട്രിവാൻഡ്രം RRBയിൽ പോകുന്ന എത്ര പേരാണ്? 1500 പേരാണ്. ഇതിനകത്ത് നിന്ന് 8 മടങ്ങ് ആളുകളെ, വേക്കൻസി എത്രയാണെന്ന് ഞാൻ പറഞ്ഞ 100 അല്ലെ, B = 100. നിങ്ങൾ മാത്സ് പഠിക്കുന്ന കുട്ടികളല്ലേ, വേക്കൻസി 100 ആണെന്നുണ്ടെങ്കിൽ CBT 1 കടന്ന ആളുകളുടെ എണ്ണമാണ് 1500. CBT 2ലേക്ക് പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ CBAT എന്ന് പറയുന്ന ടൈപ്പിംഗ് ടെസ്റ്റിലേക്കോ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാനായിട്ട് പോകുന്ന ആളുകൾ 800 ആളുകൾ അല്ലേ. അതിനുശേഷമായിരിക്കും മെഡിക്കൽ എക്സാമിനേഷനും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും. ഇതിൽ ചില പോസ്റ്റുകൾക്ക് എന്തുണ്ടാവില്ല? ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ ടൈപ്പിംഗ് ടെസ്റ്റോ ഉണ്ടാവില്ല. NTPC ഗ്രാജുവേറ്റ് ലെവലിന്റെ കാര്യം എടുക്കാം, കാരണം അതാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടയർ 2 കഴിഞ്ഞിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഗുഡ്സ് ഗാർഡ് അഥവാ ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിന് എന്തില്ല? CBAT ഇല്ല, ടൈപ്പിംഗ് ടെസ്റ്റും ഇല്ല. അപ്പോൾ ടയർ 2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ എന്താണ്? മെഡിക്കൽ ആൻഡ് DV ആണ്. അതുപോലെ തന്നെ എന്തിനില്ല? CCTSനും എന്തില്ല? ഈ പറഞ്ഞ പോലെ CBAT ഇല്ല, ടൈപ്പിംഗ് ടെസ്റ്റും ഇല്ല. നേരെ എവിടേക്ക് പോകും? DVക്ക് പോകും. നേരെ മറിച്ച് JAA ടൈപ്പിംഗ് ക്ലർക്ക്, അങ്ങനെ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ കണ്ടെന്നുണ്ട്. അതിന് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിന് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അല്ലാത്ത പോസ്റ്റുകൾക്കൊക്കെ നേരെ ഇങ്ങോട്ടായിരിക്കും, മെഡിക്കൽ എക്സാമിനേഷനും DV ആയിരിക്കും. ഓക്കെ, ആദ്യം DVയും മെഡിക്കലും ഏകദേശം ഒറ്റ സ്റ്റേജ് ആയിട്ട് അടുപ്പിച്ചുള്ള ദിവസങ്ങളായിരിക്കും കണക്ട് ചെയ്യുന്നതായിരിക്കും. ഇന്ന് രാവിലെ DV ആണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ മെഡിക്കൽ എക്സാമിനേഷൻ ആയിരിക്കും. സെൻറ്ററൊക്കെ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് തന്ന് ആ രീതിയിൽ സെപ്പറേറ്റ് ഒരു എക്സാമിനേഷൻ സ്റ്റേജ് ആയിട്ട് തന്നെയാണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കുക? ഈ പറയുന്ന DVയും കണ്ടക്ട് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായി. ഇത് ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും സിമിലർ പ്രോസസ്സ് തന്നെയാണ്. ക്ലിയർ? ഇനി എക്സാമിൻ്റെ പാറ്റേൺ നമുക്ക് നോക്കാം. എക്സാമിൻ്റെ പാറ്റേൺ ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും സിമിലർ പാറ്റേൺ തന്നെയാണ്. ടയർ 1 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 90 മിനിറ്റ് ആണ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കുക. 100 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഒരു ചോദ്യത്തിന് 1 മാർക്ക് വെച്ച് 100 മാർക്കിനായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുക. നെഗറ്റീവ് മാർക്ക് -1/3 ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിൽ 40 മാർക്ക് GK അഥവാ ജനറൽ അവയർനെസ്സിനാണ്, 30 മാർക്ക് മാത്സ്, 30 മാർക്ക് റീസണിങ്. ഓക്കെ, ടയർ 2 ആണ് റാങ്ക് മേക്കിംഗ് എന്ന് ഞാൻ പറഞ്ഞു. 90 മിനിറ്റ് 120 ചോദ്യം,
ഒരു ചോദ്യത്തിന് 1 മാർക്ക് എന്ന് പറയുമ്പോൾ 120 മാർക്ക്. 50 മാർക്ക് GK, 35 മാർക്ക് മാത്സ്, 35 മാർക്ക് റീസണിങ്. ഇങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിനേഷൻ്റെ പാറ്റേൺ. ബോത്ത് ഏതിനും ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും ഈ സിമിലർ പാറ്റേൺ തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ? ഇതാണ് എക്സാമിൻ്റെ പാറ്റേൺ. ഇനി എക്സാമിൻ്റെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ അത് 2 എക്സാമിനും ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഐറണി. ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും ഒരേ സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് ഓരോ ടയറിനും പഠിക്കാനുള്ളത്. അതായത് ഞാനിവിടെ എഴുതാം, നോക്കാം. NTPC ഗ്രാജുവേറ്റ് ലെവൽ നമ്മൾ ഇതിനകത്ത് CBT 1 കടന്നു, CBT 2 കടന്നു, പിന്നെ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ ഇതിനെപ്പറ്റി എഴുതുന്നില്ല, കാരണം ഇത് രണ്ടുമുള്ള നിങ്ങൾ പഠിച്ചെഴുതേണ്ട പരീക്ഷ. അതുപോലെ തന്നെ എന്നും വരുന്നു NTPC UG അഥവാ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം വരുന്നു. അതിനെന്തുണ്ട്? CBT 1 ഉണ്ട്, അത് കടന്നു. CBT 2 കടന്നു. നിങ്ങൾ മെഡിക്കലിനും DVക്കും പോകുന്നു, അത് ഞാൻ എഴുതുന്നില്ല. ഇതിൽ നിങ്ങൾക്ക് 2 CBT ഉണ്ട്, എവിടെ? അണ്ടർ ഗ്രാജുവേറ്റിന്. ഇതിലും നിങ്ങൾക്ക് 2 CBT ഉണ്ട്, എവിടെ? ഗ്രാജുവേറ്റിന്. അപ്പോൾ ഗ്രാജുവേറ്റിന്റെ ഈ 2 CBTസിനും അണ്ടർ ഗ്രാജുവേറ്റിന്റെ ഈ 2 CBTസിനും നിങ്ങൾക്ക് എന്ത് തന്നെയാണ് പഠിക്കാനുള്ളത്? ഈ കാണുന്ന സിലബസ് തന്നെയാണ് പഠിക്കാനുള്ളത്. ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് സമയം മനസ്സിലായിട്ടുണ്ടോ? ഏകദേശം നോട്ടിഫിക്കേഷൻ ഇട്ട് കഴിഞ്ഞ വർഷം 200 ദിവസത്തോളം നിങ്ങൾക്ക് 2 എക്സാമിനും കിട്ടി, ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും കിട്ടി. ഈ 200 ദിവസം ഈ കാണുന്ന സിലബസ് കൃത്യമായിട്ടിരുന്ന് പഠിച്ചാൽ ഒരു ഡിഗ്രി ഉള്ള ആളാണെന്നെങ്കിൽ നിങ്ങൾക്ക് NTPC ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും ഒരുമിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ, അത് ഫോർ ബോത്ത് CBTs 2 ടയറിനുമുള്ള സിമിലർ സിലബസിലുള്ള ആയതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഐറണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെയാണ്? അപ്പോൾ അതാണ് എക്സാമിൻ്റെ സിലബസായിട്ട് നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്താണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ വരാനിരിക്കുന്ന RRB NTPC എക്സാമിന് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8850 ഒഴിവുകളാണ് ഉള്ളത്. നമ്മുടെ കൈവശം ഒരു ലോങ് ടേം NTPC ബാച്ച് ഉണ്ട്. 500 ദിവസത്തെ വാലിഡിറ്റിയാണ് ആ ബാച്ചിനകത്തുള്ളത്. ആ ബാച്ചിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ക്ലാസ്സസ് എല്ലാം ഓൾറെഡി അതിനകത്ത് റെഡിലി അവൈലബിൾ ആയിരിക്കും. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നോക്കി അതിനെ വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനമെടുക്കാവുന്നതാണ്. ഓക്കെ, ഒരു ലോങ് ടേം NTPC ബാച്ച് NTPCക്ക് മാത്രമായിട്ട് നിലവിലുണ്ട്. ഇനി ചില കുട്ടികൾക്ക് GK ആണ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈവശം ഒരു GK മാസ്റ്റർ ബാച്ച് ഉണ്ട്. നമ്മുടെ GKയുടെ ക്ലാസ്സസ് നിങ്ങൾ ഓൾറെഡി യൂട്യൂബിൽ കാണുന്നതാണ്. നമ്മുടെ ക്ലാസ്സസ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മുടെ GKയുടെ ക്ലാസ്സസിൻ്റെ പ്രത്യേകതകൾ അറിയാവുന്നതാണ്. അപ്പോൾ GK ക്ലാസ്സസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ GK ബാച്ചിൽ നിങ്ങൾക്ക് GK മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ GK ബാച്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വരാനിരിക്കുന്ന NTPC എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ അത് ഗ്രാജുവേറ്റ് ലെവലിൻ്റെ ഒക്ടോബർ 21-നും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ ഒക്ടോബർ 28-നുമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ടുള്ള വീഡിയോസ്, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള വെബിനാറുകൾ, അതുപോലെ തന്നെ സോണ്, പോസ്റ്റ് അനാലിസിസ് തുടങ്ങിയ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി ലഭിക്കുന്നുണ്ടായിരിക്കും. എല്ലാവരും അടുത്ത വർഷത്തെ NTPC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. കഴിഞ്ഞ NTPC എക്സാം കൃത്യമായിട്ട് പഠിക്കാൻ പറ്റാത്തവരോ എക്സാമിനെ പറ്റി അറിയാത്തവരോ എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി എക്സാമിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് തീരുമാനിക്കുക. സ്കോർ ടീമിൻ്റെ ഭാഗമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 2 കോഴ്സുകളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളോടൊപ്പം NTPC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.